ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ വെള്ളക്കെട്ടൊക്കെ മാറിയപ്പോൾ നമ്മുടെ പൂച്ച റോണി പൂച്ച തിരിച്ചു എത്തി. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടായിരുന്നു, പൂച്ചയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞതൊരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ പൂച്ച തിരിച്ച് വന്ന് വെള്ളമൊക്കെ താഴ്ന്നപ്പം, പക്ഷെ ഇപ്പോഴും ഇവിടെ നല്ല മഴയുണ്ട്. അപ്പം പൂച്ച അതിന് മുമ്പ് ഞാൻ പൂച്ചയെ കണ്ടു. പൂച്ച ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി വരാതിരുന്നപ്പോൾ ഒരു വലിയ കൊട്ടാര വീട്ടിലാണ് താമസിച്ചത്. ആ വീട് ഏതാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. പക്ഷേ അതിന് വലിയ വീട്ടിൽ താമസിച്ചിട്ട് അതിന് ഫുഡൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ച് ഞാനതിനെ അന്വേഷിച്ച് പോയപ്പോൾ ആ വലിയ വീട്ടിൽ കണ്ടത്. വലിയ വീട്ടിലുള്ള കിച്ചൻ്റെ ബാക്ക് സൈഡിലാണ് കണ്ടത്. അതുകൊണ്ട് വലിയ കൊട്ടാരം പോലത്തെ വീട്ടിലെ കിച്ചൻ്റെ ബാക്ക് സൈഡിലാണ് പൂച്ചയെ കണ്ടത്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് അത് ഞങ്ങളുടെ വീട്ടിൽ മെത്തയിൽ കുറേ നേരം കിടന്ന് ഉറങ്ങി. അപ്പം അതിന് ശേഷം പിന്നെ പോയി. മഴയില്ലാത്തപ്പോഴാണ് വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പം കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ വീട് കാണിച്ചു തരാം. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലാണ് ആ വീടിൻ്റെ റോഡ്. ഞങ്ങളുടെ വീട്ടിലൂടെ പോകാൻ പറ്റില്ല. നേരത്തെ ഞങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചത്, അമ്മയും ഞങ്ങളും എല്ലാവരും. പിന്നെ ഞാനിപ്പം താമസിച്ച വീട്ടിലോട്ട് മാറുന്നത്. അപ്പം പൂച്ചയ്ക്കാവുമ്പോൾ പക്ഷെ മതിൽ ചാടി പോകാമല്ലോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞങ്ങൾക്കാണെങ്കിൽ റോഡിലൂടെ ഇറങ്ങിയിട്ട് വേണം ഇവിടെ പോകാൻ. അങ്ങനെ പൂച്ച അന്വേഷിച്ച് പോയപ്പോൾ ഈ വീട്ടിൽ പൂച്ചയെ കണ്ടത്. ഈ കാണുന്ന വീടാണ്. ഇവിടെ അടുത്തെല്ലാം വലിയ വലിയ വീടാണ്, വലിയ കൊട്ടാരം പോലത്തെ വീടാണ്. ഇതാണ് റോഡിൽ താമസിച്ച വലിയ കൊട്ടാരം പോലത്തെ വീട്. വലിയ കാറൊക്കെ ഉള്ളൊരു വലിയ വീടാണ്. ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ അത് മിയാവെന്ന് വെച്ച്. അങ്ങനെയാണ് മനസ്സിലായത് പൂച്ച ഇവിടെയാണ് താമസിക്കുന്നത്. അവൻ്റെ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചവിട്ടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അവർ ആ വീട്ടിലെ ആൾക്കാരതിന് വല്ല മീനോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും കൊടുത്ത് കാണും. സ്ഥിരമായി കൊടുക്കുകയില്ല, പക്ഷെ എന്തായാലും അതിന് കിടക്കാനൊരു ഇടമുണ്ടല്ലോ. നല്ല വീടാണ്, വലിയ കാറൊക്കെ ഉള്ള വലിയ വീടാണ്. അപ്പോൾ എന്തായാലും മഴ പെയ്താലും ഒന്ന് സേഫായി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി ഉണ്ടായി. ഞാൻ ആ ബാക്ക് സൈഡിലൂടെയാണ് ഞങ്ങളുടെ വീട്. ആ ബാക്കിൽ ഇതാണ് ഈ വീട്. ഇത്രയും വലിയ വീട്ടിലാണ് താമസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.